ഈ ലോകത്ത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള, നിങ്ങൾക്കോ? നിങ്ങൾക്ക് ഇംഗ്ലീഷിലും സയൻസിലൊക്കെ അല്ലേ ഭൗതികമായ വിഷയങ്ങൾ, അത് എഴുതിയ പുസ്തകങ്ങൾ വില കൊടുത്ത് വാങ്ങി ബുദ്ധിജീവികളായി ചമയല അല്ലേ? പലരും അങ്ങനല്ലേ? ഖുർആനായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മുടെ അടുത്ത് ഫ്രോയിഡിൻ്റെയൊക്കെ മനഃശാസ്ത്രം വരെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഖുർആനുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. കാരണം എന്താ? ഈ ഫ്രോയിഡിൻ്റെ ഒക്കെ മനഃശാസ്ത്രം പഠിച്ചാൽ നമുക്ക് ആളുകളോട് നാവിട്ടലക്കാം അല്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുർആനു അഹബ്ബു ഇലല്ലാഹ്. നല്ലോണം നിങ്ങൾ എഴുതിയെടുക്കണം, ഈ ക്ലാസ് എഴുതിയെടുപ്പിക്കണം. ഇത് നോട്ട്ബുക്കും പെന്നും എടുത്തിട്ടേ, അൽ ഖുർആനു അഹബ്ബു ഇലല്ലാഹ്, ഖുർആൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ്. എന്തിനേക്കാൾ? മിന സമാവാത്തി വൽ അർള്, ആകാശഭൂമികളേക്കാൾ, ഒമൻ ഫീഹിൻ, അതിലുള്ള എല്ലാവരേക്കാളും, അതിലുള്ള സകല വസ്തുക്കളെക്കാളും അള്ളാഹ്ക്ക് ഇഷ്ടം ഖുർആനാണ്. അപ്പം ഖുർആനുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നവരാണ് നിങ്ങൾ. അപ്പം അതിലുള്ളവരാണ് നമ്മൾ. ആകാശഭൂമികൾക്കിടയിലുള്ള എല്ലാം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, അതിലുള്ളവരെയും. ഒമൻ ഫീഹിൻ, അവരിൽ ഖുർആൻ്റെ പ്രചരണത്തിന് വേണ്ടിയും അത് ജനങ്ങളുടെ മനസ്സിൽ തുന്നിച്ചേർക്കാനും വേണ്ടിയാണല്ലോ ഇപ്പോൾ ഈ ക്ലാസ് നടത്തുന്നത് നമ്മൾ. അപ്പം നമ്മളെയും അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ വേണ്ടി രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെടുകയാണ്. നിങ്ങളിപ്പോൾ അതിനു വേണ്ടി അധ്വാനിക്കില്ലേ? ഇതുപോലെ നിർത്തി വെക്കും ഇല്ലേ? പിന്നെ മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അധ്വാനിക്കുന്നു, സംഘാടകരും അതിനുവേണ്ടി അധ്വാനിക്കുന്നു. അപ്പോൾ എന്തായി? അള്ളാൻ്റെ 8 വിഭാഗം ആളുകളായി അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീൻ മിനന്നാസ്. ദുനിയാവിൽ അള്ളാഹ്ക്ക് കുറച്ച് കുടുംബക്കാരുണ്ട്. അള്ളാഹ്ക്ക് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ഇവിടുത്തെ ഒരു മിനിസ്റ്ററുടെ ഏറ്റവും അടുത്ത കുടുംബമാണ് നിങ്ങൾ എന്ത് ചെയ്യും? എന്തു പറയും? എന്താ പറയുക നിങ്ങൾ? ഞാൻ പറയണ്ടല്ലോ, MK മുനീർ സാഹിബ് നമ്മളെ ഭാര്യൻ്റെ അഞ്ചത്തിൻ്റെ എത്രയോ അകലത്തായിരിക്കും അല്ലേ? പടച്ചോൻ പറയുന്നു, എനിക്ക് ഭൂമിയിൽ കുറച്ച് കുടുംബക്കാരുണ്ട്. ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ് ഖീല. സഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ അള്ളാഹുവിൻ്റെ കുടുംബക്കാർ? അള്ളാഹിൻ്റെ കുടുംബക്കാരെ പറയാൻ തന്നെ അഭിമാനമല്ലേ? ആരാണ് നബിയെ? അപ്പോൾ റസൂല പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ വ ഖാസത്തു. അവർ ഖുർആൻ പഠിക്കുന്നവരും ഖുർആൻ പ്രചരിപ്പിക്കുന്നവരും ഖുർആൻ ഉൾക്കൊള്ളുന്നവരുമാണ് എന്ന് മാത്രമല്ല അവൻ്റെ കുടുംബക്കാരും വ ഖാസത്തു, അവൻ്റെ പ്രത്യേകക്കാരുമാണ്. അള്ളാൻ്റെ പ്രത്യേകം ബന്ധമുള്ള ആളുകളാണ്. അപ്പോൾ ഖുർആനുമായി നിരന്തര ബന്ധമുള്ള ആളുകൾ അള്ളാൻ്റെ ഖാസത്താണ്, അള്ളാൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിലുള്ള അംഗങ്ങളാണ് നമ്മൾ കേട്ടോ. ആണോ? അത്ര വിശുദ്ധി നമുക്കുണ്ടോ അള്ളാൻ്റെ കുടുംബക്കാരാവാനുള്ള? പക്ഷേ ഒരുപാട് ആളുകൾ ആരോഗ്യം ഒരുപാട് നഷ്ടപ്പെട്ടിട്ടും പ്രായമേറെയായിട്ടും ഇതിൻ്റെ മുകളിൽ കയറി വന്നിരിക്കുകയാണ് അള്ളാൻ്റെ കലാമ് കേൾക്കാൻ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ കേൾവി, ഈ ഉൾക്കൊള്ളൽ അള്ളാഹു മരണം വരെ നിലനിർത്തുമാറാകട്ടെ. കാരണം മരിക്കപ്പോഴാണ് നമുക്കറിയില്ല, എപ്പോഴും ആകാം. ഇപ്പം നമ്മളെ കൂടുതലുള്ള ഒരുപാട് ആളുകളുടെ മാതാപിതാക്കൾ യാത്രയായി, നമ്മളിൽ തന്നെ പല പ്രവർത്തകന്മാരും യാത്രയായി, നമ്മളുടെ ഇതിനു വേണ്ടി അധ്വാനിച്ച ഒരുപാട് പണ്ഡിതന്മാർ അള്ളാഹു അവരെയും കൊണ്ടുപോയി അല്ലേ? എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഗുരുനാഥൻ അബ്ദുൽ ഹമീദ് മദീനി യാത്രയായി. അപ്പം ഞാൻ അവിടെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയിട്ട് മയ്യത്തെടുക്കാൻ സമയമായപ്പം വേഗം പോണ്ടവർക്കൊക്കെ നിസ്കരിക്കാറിനപ്പം ഞാൻ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹമൊക്കെ ഒരുപാട് കാലം ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടി അധ്വാനിച്ചു. എന്തെല്ലാം പോരായ്മകൾ വന്നു പോയിട്ടുണ്ടോ അള്ളാഹു പുറത്തു മാപ്പ് കൊടുക്കുമാറാകട്ടെ. കാരണം എന്താ അറിയോ, നമുക്ക് ആരെയും കുറ്റപ്പെടുത്താം. നമ്മൾ മരിച്ചുപോയ ആളുകളെപ്പറ്റി എന്ത് വേണ്ട, കുറ്റപ്പെടുത്തണ്ട. അതുകൊണ്ടാണ് എന്തിന് നമ്മളെ ഈ സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് സ്വർണ്ണ നാണയങ്ങൾ പോലുള്ള നന്മ നേർന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകിയ പണ്ഡിതന്മാർ ഒരുപാട് യാത്രയുണ്ട് അല്ലേ? എണ്ണവും വണ്ണവുമില്ലാത്ത അത്ര ആളുകൾ നമ്മളുടെ ഈ സദസ്സിൽ ഉള്ളവരും ഈ സ്റ്റേജിലുള്ളവരും നിരന്തരമായി നമുക്ക് വേണ്ടി അധ്വാനിച്ച പണ്ഡിതന്മാർ ഒരുപാട് യാത്രയായി. ഞാൻ ആരെയും പേര് പറയുന്നില്ല. അള്ളാഹു എല്ലാവരുടെയും ഖബറിടം സ്വർഗ്ഗപൂങ്കാവനമാക്കി നൽകുമാറാകട്ടെ.
കാരണം ഈ പ്രവർത്തനം അത്ര അനുഗ്രഹീതവും അത്ര പരിശുദ്ധവും അത്ര നിർമ്മലവും പൂ പോലെ സ്പന്ദമായ പ്രവർത്തനങ്ങളാണ്, പരിശുദ്ധമായ പരിമളമുള്ള പ്രവർത്തനം. അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ച എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി ഒരു കാര്യം കൂടിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ള പറയാണ്, അഷ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ. എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠൻ, എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും അഷ്റാഫു ഉമ്മത്തി ഹമലത്തുൽ ഖുർആൻ. ആരാ? ഖുർആൻ ഹൃദയത്തിലേറ്റിയവരാണ്. എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ ഹമലത്തുൽ ഖുർആൻ, ഖുർആനെ ഹൃദയത്തിൽ പേറിയവരാണ് എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ. അങ്ങനെ ഖുർആൻ ഹൃദിസ്ഥമാക്കിയ ആളുകളെ റസൂലുള്ള പറയുന്നു, അക്രിമു, നിങ്ങൾ ആദരിക്കണം. ഹമലത്തുൽ ഖുർആൻ, ഖുർആൻ ഹൃദിസ്ഥമാക്കിയ പണ്ഡിതന്മാരെ നിങ്ങൾ ആദരിക്കണം. അപ്പോൾ ഖുർആൻ ആദരിക്കണം, ഖുർആൻ ഹൃദിസ്ഥമാക്കിയ പണ്ഡിതന്മാരെയും ആദരിക്കണം. പക്ഷേ അവരെ നിങ്ങളുടെ ഹിദീബ് ചെയ്യാൻ പാടില്ല, പ്രത്യേകം വേറെ പറഞ്ഞിട്ടുണ്ട്, നിന്ദിക്കരുത്. പക്ഷേ എൻ്റെ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരാരാ? ഖുർആൻ ഹമലത്തുൽ ഖുർആൻ അല്ലേ? നിങ്ങൾ അറബിയിൽ ആ വാക്ക് കിട്ടുന്നില്ലേ? ഹമലത്തുൽ ഖുർആൻ, ഖുർആനെ വഹിക്കുന്നവർ. ഇവിടെ ഖുർആനെ വഹിക്കുന്നവരുടെ കൽബിലാണ്. നേരെ മറിച്ച് നമ്മൾക്ക് ഏറ്റവും മോശപ്പെട്ട ആരാ? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് ഏറ്റവും മോശപ്പെട്ട ആളാരാ? അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠർ ഖുർആൻ ഹൃദയസ്ഥമാക്കിയത്. നമുക്കോ? നമ്മളെ നാട്ടിലൊരു ഖുർആൻ, അയാൾക്കൊരു വിലയില്ല, പുല്ല് വിലയാണ് അല്ലേ? അയാളെ നമ്മൾ എങ്ങനെയൊക്കെ നിന്ദിക്കാൻ കഴിയും? പോയി ചോറ് കഴിച്ചോ, അവിടെ പോയി ചോദിച്ചോ, എൻ്റെ വക ഹോട്ടലിൽ പോയി ചോറ് കഴിച്ചു, അതനുസരിച്ച് തരതാന്ന് പോയി. അതാ ഞാൻ പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരമായി പ്രാർത്ഥിച്ചു. എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്, അള്ളാഹുവേ ഞാൻ നിൻ്റെ സ്നേഹം നിന്നോട് ചോദിക്കുകയാണ്. അള്ളാഹിൻ്റെ സ്നേഹം, അള്ളാഹ്ക്ക് ഏതാ സ്നേഹം? ഖുർആനോടാണ്. ആ സ്നേഹം ഞാൻ നിന്നോട് ചോദിക്കുന്നു. വ ഹുബ്ബ മൻ യുഹിബ്ബുക, നീ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹവും. ആരെയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടത്? ഒന്ന് ഖുർആൻ പഠിച്ചവരെ, ഒന്ന് അമ്പിയാക്കന്മാരെ, ഒന്ന് മുർസലുകളെ, ഒന്ന് ശോതാക്കന്മാരെ, ഒന്ന് സാലിഹ്യങ്ങളെ, ഒന്ന് മുത്തഖീങ്ങളെ, ഒന്ന് മുഹ്ബിത്തീങ്ങളെ, ഒന്ന് മൂസിനീങ്ങളെ. അതൊക്കെ അള്ളാഹ് എന്താ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മൂസിനീൻ കേട്ടില്ലേ? ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്ബിത്തീൻ. ഖുർആൻ ഇങ്ങനെ നിരന്തരം പറഞ്ഞു പോവുക. ആ പദം തന്നെ ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ അത്തരം ആളുകളെയും അവരെയും ഇഷ്ടപ്പെടാനുള്ള, അതാ ചോദിച്ചത്. വഹുബ്ബു മൻ യുഹിബ്ബുക്, നീ ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടാൻ അള്ളാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. വഹുബ്ബ അമലിൻ യുഖരിബുനു ഇലാ ഹുബ്ബിക്, നിൻ്റെ ഇഷ്ടത്തിലേക്ക് എനിക്ക് എത്താൻ ആവശ്യമായ അമല് ചെയ്യാൻ, പ്രവർത്തനം ചെയ്യാൻ അള്ളാഹുവേ നീ എന്നെ അനുഗ്രഹിക്കണം. ആരാ പ്രാർത്ഥിക്കുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹിന് ഏറ്റവും എന്താ പറഞ്ഞത്? അസ്അലുക ഹുബ്ബക്, അള്ളാഹുവേ നിൻ്റെ സ്നേഹം ഞാൻ ചോദിക്കുന്നു. വ ഹുബ്ബ മൻ യുഹിബ്ബുക്, നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ. അപ്പോൾ അള്ളാഹു ഒരാൾ ഇഷ്ടപ്പെട്ട എന്താ ഉണ്ടാകുക അനുഭവം? അള്ളാഹു മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്, എനിക്ക് ഇന്ന ഒരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം അല്ലേ? ഹദീസ് കേട്ടില്ലേ? ഇല്ല, ഹദീസ് നിരന്തരമായി കേൾക്കല്ലേ? ഇന്ന ഒരാളെ എനിക്ക് ഇഷ്ടമാണ്, ആ ആളെ ജിബ്രീലിനോട് വിളിച്ച് പറയുന്നു നിങ്ങൾ ഇഷ്ടപ്പെടണം. അപ്പോൾ ജിബ്രീൽ എന്ത് ചെയ്യും? മലക്കുകളുടെ ലോകത്തുള്ള എല്ലാവരോടും മുമ്പിൽ വിളംബരം ചെയ്യും. എന്ത്? അള്ളാഹുവിന് ഇന്നൊരാൾ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളും അവരിഷ്ടപ്പെടണം. അപ്പം മലക്കുകൾ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, മനുഷ്യരിൽ ശ്രേഷ്ഠരായ ആളുകൾ ഇഷ്ടപ്പെടുന്നു അല്ലേ? എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് ഖുർആനുമായുള്ള നിരന്തര ബന്ധം എപ്പോഴും പുലർത്തുക. ആ നിലക്ക് മരണം വരെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട നബിയുടെ മകളെ ഭർത്താവും 4ാം ഖലീഫയുമായ അലി റളിയല്ലാഹു അൻഹു, അദ്ദേഹം സഹാബാക്കളെ വിളിച്ചു പറയും ഖുർആൻ പഠിച്ച ആളുകൾ പോലെ ബഹുമാനിക്കാൻ. എങ്ങനെ? അദ്ദേഹം പറയാൻ, മൻ ഖറഅൽ ഖുർആൻ ഫലഹു ഫി ബൈത്തി മാൽ മുസ്ലിമീൻ മിയത്താ ദീനാർ. ഇങ്ങനെ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകൾക്ക് മുസ്ലിങ്ങളുടെ പൊതുസ്വത്തിൽ നിന്ന് 200 ദീനാർ സമ്മാനമായി കൊടുക്കണം, പ്രോത്സാഹനം. ഖുർആൻ പഠിക്കുന്നവർക്ക് ഖലീഫ ഉമർ റളിയല്ലാഹു 200 ദിർഹം പ്രോത്സാഹനമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഇനി വൈൻ അഹദഹ ഫി ദുനിയ, അത് ദുനിയാവിൽ നിന്ന് അവർ വാങ്ങുകയാണെങ്കിൽ വാങ്ങിക്കോട്ടെ.
വയില്ല ആ 200 ദിർഹം ദുനിയാവിന്ന് വാങ്ങുന്നില്ലല്ലോ, വയില്ല ഫിൽ ആഖിറ അവർക്ക് ദുനിയാവ് ആഖിറത്തിന് കിട്ടും. ഈ 200 ദിർഹം ഇതിൻ്റെ പ്രതിഫലം അല്ലാഹു പരലോകത്തിന് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രന്ഥം വായിച്ചാൽ കിട്ടുന്ന ഒറ്റ ഗ്രന്ഥം നിങ്ങൾ പറയും ദുനിയാവിൽ. ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചാൽ പഠിക്കുന്നവർക്ക് നമ്മളൊക്കെ സാധാരണ ആരെ ആദരിക്കൽ SLCക്ക് A+, അല്ലേ, +2ന് A+, എല്ലാറ്റിലും മെറിറ്റിൽ പാസ്സായതാണ്. ഓനങ്ങൾ എന്താ പറയുക അല്ലേ? എന്താ കാരണം? നമ്മളെ കൽബിൽ അള്ളിയില്ല, ഖുർആനും ഇല്ല, ഈമാനും ഇല്ല, ദീനൊന്നുമില്ല. നമുക്ക് വെറും ഭൗതികമായി നേടിയ എല്ലാ കാര്യങ്ങളും ഭയങ്കര പ്രോത്സാഹനമാണ് അല്ലേ? വലിയ വലിപ്പത്തിലല്ലേ പറയുക. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ തൻ്റെ മക്കളുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ നിഗളിക്കുന്നവരുണ്ട് ഇല്ലേ? ഇനി മക്കളുടെ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിഗളിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും? പിയാപ്പിളമാരിലേക്ക് കിടക്കും. എൻ്റെ മൂത്ത പിയാപ്പിള ലണ്ടനിലാണ്, എൻ്റെ ചെറിയ പിയാപ്പിള അമേരിക്കയിലാണ്, USA. എൻ്റെ മോൻ പഠിക്കുന്നത് ഏതടുപ്പിലാണ് സലാമേ? USA ആയിക്കോട്ടെ, ജി പറയും പോലെ ഒരു കുട്ടി നമ്മൾ USA അല്ലേ? അപ്പോൾ അതാ പറഞ്ഞത്, വലിയ ദികളിപ്പാണ്. പക്ഷെ എൻ്റെ മോൻക്ക് ഖുർആൻ അറിയാവുന്ന ഒരു പിതാവ് ഇന്ന് വരെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. കേട്ടണോ? എന്താ കാരണം? ഖുർആനിന് അകന്നു പോയ ജനതയെ ഇങ്ങനെയെങ്കിലും നിങ്ങൾ എത്തിച്ചത് നമ്മൾ സലഫി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാരാണ്. അള്ളാഹു ഭൂതലം വിട്ടുപിരിഞ്ഞവരും ദുനിയാവിൽ ജീവിക്കുന്നവരുമായ മുഴുവൻ പണ്ഡിതന്മാർ ആരോഗ്യവും അനുഗ്രഹങ്ങളും ഇരുലോകത്തും അള്ളാഹു നൽകുമാറാകട്ടെ. കാരണം നമ്മളെ ഇങ്ങനെയെങ്കിലും ആക്കിയത് അവരാണല്ലോ അല്ലേ? ഇങ്ങനെ ഒരു ഖുർആൻ്റെ ഒരു ആയത്തിനെ കേൾക്കാനും ഉള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നവരാണ്. നമുക്ക് ഖുർആനൊന്നും അറിയില്ല, എന്നാലും അല്ലേ? നിങ്ങൾക്ക് കേൾക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെയൊക്കെ റസൂലുള്ള വിശദീകരിച്ചപ്പം ഒരു സഹാബി വന്ന് നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ അജ്റു മൻ അല്ലമ വലദഹു കിതാബല്ലാഹ്, സ്വന്തം മക്കളെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചാൽ എന്താ പ്രതിഫലം? ഇങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ മദ്രസയൊക്കെ നടത്തുന്നില്ലേ? KNM ഒരുപാട് മദ്രസ ഉണ്ട് ഇല്ലേ, ഖുർആൻ പഠിപ്പിക്കാനുള്ള ഇല്ലേ? അങ്ങനെ പഠിപ്പിച്ചാൽ എന്താണ്? അപ്പോൾ അത് പഠിപ്പിക്കാൻ വേണ്ടി മദ്രസ ഉണ്ടാക്കിയവർക്കും അവിടെ കുട്ടികളെ പറഞ്ഞയച്ചവർക്കും എന്താ പ്രതിഫലം? നമ്മളാ പ്രതിഫലം ഒന്ന് ആലോചിച്ചിട്ട് മദ്രസ ഉണ്ടാക്കിയല്ല ആണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹ് അൽ ഖുർആനു കലാമുല്ലാഹ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ വചനങ്ങളാണ്. അത് അള്ളാഹിൻ്റെ വചനമാണ്. ലാ ഗോയത്തല, അതിന് ഒരു പരിധിയുമില്ലാത്ത പ്രതിഫലം കൊടുക്കുക. മക്കളെ പഠിപ്പിച്ചാൽ പിതാവിനും അത് പഠിപ്പിക്കാൻ വേണ്ടി മദ്രസകൾ ഉണ്ടാക്കിയ കമ്മിറ്റിക്കാർക്കൊക്കെ ലാ ഗോയത്തല, യാതൊരു പരിധിയുമില്ലാത്ത പ്രതിഫലം അള്ളാഹു തരും. ഇത്ര പ്രതിഫലം എന്ന് പറയാൻ കഴിയില്ല, അത്ര മാത്രമാണ്. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിൽ ശ്രദ്ധിക്കുക. ഒരുപാട് പറയാനും ഒരുപാട് നമ്മളെ ജീവിതത്തെ തിരുത്താനുമുണ്ട് അല്ലേ? ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്, നമുക്കറിയാം. ഒരുപാട് ആൾക്കാർ ഇത്തരം കാര്യങ്ങളിലൊന്നും ജീവിതത്തിലൊരു ശ്രദ്ധ ഉണ്ടാവില്ല. ഓരോരുടേതായ ഒരു ലോകത്താണ് അല്ലേ? നമ്മളിങ്ങനെ കുറേ മുജാഹിദുകൾ കണ്ടിട്ട് ഖുർആനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. വേറൊരു വിഭാഗം, ബഹുഭൂരിഭാഗം ആളുകൾ ഖുർആനായിട്ട് ഒരു ബന്ധമില്ല. ഒരു മരിക്കാൻ നേരത്താണ് ഇതൊക്കെ നോക്കുക അല്ലേ? കുറേ ആളുകൾ മരിക്കാൻ നേരത്തെ എന്ത് ചെയ്യും? മയ്യത്തിൻ്റെ മുമ്പിൽ ഈ വിശുദ്ധ ഖുർആൻ ഓതി കൊടുക്കും. അത് നമ്മളെന്ത് ചെയ്തു? ജീവിക്കുന്ന മനുഷ്യന്മാരിലേക്ക് എത്തിച്ചു. ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, കുറ്റപ്പെടുത്താൻ പൂതിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഖുർആനിൽ നിന്ന് അകന്ന് നമ്മൾ ജീവിച്ചു. നമ്മളെല്ലാം നേടി, ദുനിയാവിൽ കിട്ടാവുന്ന അത്ര അനുഗ്രഹങ്ങളെല്ലാം നേടി. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഒരുപാട് നേടിയവരാണ്, ഒരുപാട് ജോലി ചെയ്തവരാണ്, ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. ഇപ്പം എന്തായിട്ടുണ്ട്? ഇപ്പം നമ്മളിങ്ങനെ എങ്ങനെയോ പടച്ചോനെ നടന്നു പോകും വിധം മരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക അല്ലേ? മരിച്ചോൽ അത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ? അല്ല. മരിച്ചോൽ ആ പടവും കഴിഞ്ഞു, നമ്മളോ ആ പടവിനും കൂടി കാത്തിരിക്കുകയാണ് അല്ലേ? ആ ഒരു പടി കൂടി നമ്മൾ കിടക്കാനുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എങ്ങനെ മരിക്കും? ആ അവസാനത്തെ ശ്വാസം എങ്ങനെ ആയിരിക്കും? നമുക്കറിയാം, വെറുതെ കൊണ്ട് മരിക്കാനുണ്ടായില്ല. കാട്ടിച്ചും മൂത്രിച്ചും സ്കലിച്ചും അല്ലേ? മയ്യത്ത് കുളിപ്പിക്കാടുത്തിച്ച കാണില്ല ഞങ്ങൾ? മയ്യത്തിൻ്റെ പിന്തുവാരത്തിൻ്റെ അവിടെ എയറ് പോകാൻ വേണ്ടി ഒരു ചെറിയ വളരെ ടൈറ്റായിട്ടുള്ള മലം കാണും, ഉണ്ടല്ലോ.
ഉണ്ടോ? ഇതിലാരും മയ്യത്തുൽപ്പിച്ചില്ല? കണ്ടിട്ടുണ്ട്? ഓക്കെ. മൂത്രിച്ചുണ്ടാവും, തുണിയൊക്കെ മൂത്രിച്ച്. ഇപ്പോൾ ഡോക്ടറിൻ്റെ ഇവിടെ, നമ്മൾ പഴയകാല ഡോക്ടറാണ്, സലാം ഡോക്ടർ, കുറേ കണ്ടിട്ടുണ്ടാവില്ല ഡോക്ടറെ? അപ്പം മരിക്കുമ്പം അതെല്ലാം ആ പദവികളും പടവുകളും ഒക്കെ കടന്നു വേണം നമുക്കവിടെ എത്താൻ, ഖബറിലേക്ക് എത്താൻ, അല്ലേ? അത് തന്നെ വലിയൊരു പടവാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഒഴിവാക്കി വിട്ട ആളുകളെ പറ്റി അല്ല പറയാം. ഇനി കേട്ടോളികൾ, സൂറത്ത് താഹയിൽ ആയത്താണല്ലോ ഞാൻ മുഖവരിയിൽ ഓതി വെച്ച്. ഒമൻ അഅറളൻ ദിക്രി, അള്ളാഹുവിൻ്റെ ഖുർആൻ അവഗണിച്ചവർ, ജീവിതത്തിൽ പകർത്താതെ അവഗണിച്ചവർ, അത് പഠിക്കാത്തവർ, അത് അവഗണിച്ച് തള്ളിയവർ, അവർക്കെന്താ? ഫൈന ലഹു മഈശത്തൻ ലങ്കാ, അവർക്ക് മാനസികമായ സംഘർഷാവസ്ഥ നിരന്തരമായി അല്ല കൊടുക്കും. അങ്ങനെ ഖുർആനിൽ നിന്ന് അകന്നുപോയ ആളുകളുടെ അന്ത്യം എങ്ങനെയാണ്? നിരന്തരമായി ഒന്നിൻ്റെ പിറകെ ഒന്നായി നിരന്തരമായി റബ്ബിൻ്റെ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഏത്? നമ്മളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ മരണം നമുക്കൊരു പരീക്ഷണമാണ്, അല്ലേ? അത് ഒന്നുമില്ലല്ല, ഒരുപാട് ആളുകൾ, നമ്മുടെ പിതാവ് മരിച്ചു, നമ്മളുടെ ജ്യേഷ്ഠൻ മരിച്ചു, നമ്മളുടെ ഉമ്മ മരിച്ചു, അങ്ങനെ പലരും. റസൂലുള്ള പറഞ്ഞു കേട്ടില്ലേ നിങ്ങൾ, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനാത്ത്, വിശ്വാസിക്കും വിശ്വാസിനിക്കും ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ചിലപ്പോൾ പരീക്ഷണം ഉണ്ടായാൽ എന്ത് ചെയ്യും? ശിർക്കിലേക്ക് പോകും, അല്ലേ? അങ്ങനെയുള്ളല്ലേ? നിങ്ങളെ പൈസയൊക്കെ പരീക്ഷണം വന്നു, രോഗം വന്നു. രോഗം വന്നപ്പോൾ എന്ത് ചെയ്തു? കിട്ടാവുന്നതെല്ലാം വിറ്റ് ചികിത്സിച്ചു. ആദ്യം കയ്യിലുണ്ടായിരുന്ന ശേഖരിച്ച സമ്പത്ത് മുഴുവൻ ചെലവാക്കി, പിന്നെ അവസാനം വിറ്റ് ചികിത്സിച്ചു, എന്നിട്ടും രോഗം ബാക്കിയാണ്. അപ്പം എന്ത് ചെയ്യും? അപ്പോൾ ഒരു അഷീറത്ത്, ഒരു ബന്ധുക്കൾ വന്ന് പറയുന്നത്, ഇന്ന സ്ഥലത്ത് ഇന്നൊരു ദർഗുണ്ട്, അവിടെ ഒന്ന് പോയിട്ട് നേർച്ചാക്കിയാൽ നിങ്ങളുടെ രോഗത്തിൽ നിന്ന് അള്ളാഹു, നേർച്ചാക്കിയാൽ അള്ളാഹ് ശമനം തരും, പിന്നെ ഔലിയ ശമനം തരും. നിങ്ങൾ കേട്ടില്ലേ ഒരു ഷെയ്ഖ് വിളിച്ചു പറഞ്ഞത്? ഡയാലിസ് ചെയ്യണ്ട. കേട്ടിട്ടുണ്ടോ? എനിക്കിപ്പോൾ അതിലേക്ക് കടക്കാൻ വയ്യ കേട്ടോ. ഞാൻ കുറേ കടന്നതാ. എൻ്റെ 20ാമത്തെ വയസ്സ് മുതൽ ഓലെ പിന്നാലെ നടന്നതാണ് കുറേ കാലം. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഐറ്റികൾ ഏതായാലും നന്നാവില്ല, നന്നാകണമല്ലോ നന്നാക്കാച്ചിട്ടപ്പോൾ വേറെ വയ്ക്കുക ഇറങ്ങിയേ കേട്ടോ. ഏത് നന്നാൻ തീരുമാനിച്ചോല്ലോ നന്നാക്കാലോ. മറ്റതിങ്ങനെ എന്താ നിങ്ങൾ പറഞ്ഞത്? മൂപ്പരുടെ സ്വന്തം ബന്ധത്തിൽപ്പെട്ട ഒരാളെ മൂപ്പര് ജാറത്തിലേക്ക് കൊണ്ടുപോയത്, ഒരു പെണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് യാതൊരു വയ്യുമില്ല, മരണം നിർബന്ധമെന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ തന്നെ കാറിൻ്റെ ടയറെല്ലാം പഞ്ചറായതല്ലേ? കേട്ടില്ല? അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് നായ വരെ തടഞ്ഞു വെച്ചു. നായ്ക്ക് പോലും ആ വിഭാഗത്തോട് ഭയങ്കര ദേഷ്യമായിട്ട് കൊണ്ടവല്ലികളിലേക്ക് തടഞ്ഞു. പക്ഷേ അതിനെല്ലാം മറികടന്ന് മൂപ്പര് പോയി. 3 പ്രാവശ്യം ടയർ പൊട്ടി. കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആരോടാ പറയുന്നത്? ഒരു വിവരവുമില്ല. ഹാദാ കൗമുൻ ജാഹിലു എന്ന് പറഞ്ഞോലോടാ പറയുന്നത് കേട്ടോ. അങ്ങനെ അവസാനം അയലക്കാടെത്തി. അയലക്കാട് ജാറത്തിൻ്റെ അകത്തേക്ക് ഇവളങ്ങോട്ട് കയറ്റി വാതിലടച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പം വാതിൽ തുറന്നു. ആരെ തുറന്നുമില്ല, ഒക്കെ മജ്ഹൂലായ ഫീലാണ്. തുറക്കപ്പെട്ടവളോ വയറൊക്കെ കീറി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ പുറത്തിറങ്ങി. കേട്ട് ജാർത്തതേ മൂപ്പർക്ക് സുഖമില്ലാണ്ടായപ്പോഴോ ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ പറഞ്ഞാൽ പോയി മൈത്രയിലായിക്കോട്ടെ. മൂപ്പർക്ക് വയ്യാണ്ടായപ്പോൾ മൈത്രയിൽ, ബാക്കിയൊക്കെ ജാർത്തിലാണ് കേട്ടോ. എന്താവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, പൊതുവെ ആളുകളെങ്ങനെ വഴിപിഴപ്പിച്ച് നശിപ്പിച്ച് ലലാലിം ബായിദിലേക്ക് എത്തിക്കും, വിദൂരമായ വഴികളിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല, അക്കോൽക്കായികൾ കേട്ടോ. അങ്ങനെ ജീവിച്ച ആളുകൾക്ക് അള്ളാഹുവിൻ്റെയും ഒരുപാട് സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾ നൽകും. അതാണ് അള്ളാഹു പറഞ്ഞത്, ഫൈന ലഹു മഈശത്തൻ ലങ്കൻ. മഈശത്തും ലങ്കൻ എന്താ? ഇടുങ്ങിയ ജീവിതം, മാനസികമായ എല്ലാ പ്രയാസവും നൽകും. എന്നിട്ടോ അങ്ങനെ ഇയാൾ അവസാനം എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം മരണപ്പെട്ടു. അതിനാളപ്പോൾ നമ്മളൊക്കെ മരണപ്പെടുന്നു. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചാണ് ഇവിടുന്ന് ജീവിക്കുന്നത്. എല്ലാം കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞതിൻ്റെ ശേഷം അല്ല പറയാം, അന്ത്യമാണല്ലോ നമ്മളെ വിഷയം. നഹ്ശുറുഹു യൗമൽ ഖിയാമത്തി യൗമ. ഖുർആൻ അവഗണിച്ച ആളുകളെ പരലോകത്ത്
ബില്യൺ കണക്കിന് കോടാനുകോടി മനുഷ്യന്മാർ ഒത്തുകൂട്ടിയ മത്സര മുറ്റത്ത് ഈ മനുഷ്യൻ മാത്രം ഖുർആനെ അവഗണിച്ച മനുഷ്യൻ കണ്ണ് പൊട്ടനായിട്ട് ഒരുമിച്ച് വിടുക. ധാരാ പറഞ്ഞ അല്ല, മൊയ്ലിയുടെ വാക്കല്ല. വനഹ്ശുറുഹു, നാം അവൻ ഒരുമിച്ച് കൂട്ടും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അഴുമ, അന്ധനായിട്ട്. അപ്പം മരിക്കുന്നവരെ കണ്ണ് കണ്ടവരാണല്ലോ നമ്മൾ. അപ്പം നമ്മൾ റബ്ബിനോട് പറയും പരലോകത്ത് എന്ത്, റബ്ബി ലിമ ഹശർത്തനി അഴുമ, പഠിച്ചോനെ എന്തിനാ നീ എന്നെ കണ്ണോട്ടനാക്കി? മരിക്കുന്നത് വരെ എനിക്ക് കണ്ണ് കാണുമായിരുന്നു. ആ കണ്ണുകൊണ്ട് ദുനിയാവ് മുഴുവൻ ഞാൻ കണ്ടു. അപ്പം അല്ലാൻ്റെ മറുപടിയോ, കാല കദാലിക്, നീ പറഞ്ഞതാണ് ശരി, നിനക്ക് കണ്ണിന് കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ആ കാഴ്ചയിൽ നിന്ന് നീ കാണേണ്ടത് എന്തായിരുന്നു? അത്തത്തൊക്കെ ആയാത്തുന, നമ്മുടെ വിശുദ്ധ ഖുർആൻ എൻ്റെ മുമ്പിൽ വന്നു. നീ എന്ത് ചെയ്തു? ഫനസീതഹ, അതിനെ മറന്നു, അവഗണിച്ച് തള്ളി. ഉണ്ടോ? അതുകൊണ്ട് വകദാലികൽ യൗമ തുൻസാ, ഇന്ന് നാം നിന്നെയും മറക്കുക. ഇന്ന് നിന്നെ ഓർക്കാൻ, നിന്നെ സഹായിക്കാൻ അള്ളാഹ്ക്ക് കഴിയില്ല ഉണ്ട്. അങ്ങനെ പിന്നെ ഇയാൾ അവിടെ എത്തുക, അള്ള മറന്നു കഴിഞ്ഞ് ഇനി പരലോകത്തിനോടെ എത്തുക. എവിടെ എത്തുക? നരകത്തെത്തും അല്ലേ? ഉറപ്പായില്ലേ? അള്ള മറന്നല്ലോ. ഖുർആൻ അവഗണിച്ചവനെ അള്ളാഹു മറന്നു. അല്ല സൂറത്തുൽ അഹ്സാബിൽ ആ വിഷയം പറഞ്ഞു കേട്ടിട്ടുള്ളത്. യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, ഇത്തരം ആളുകൾ നരകത്തിൽ പാപികളായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ആ രക്തത്തിലും ചലത്തിലും കിടന്നിങ്ങനെ നീന്തും. യൗമ തുഖല്ലബു വുജൂഹും, മുഖം കുത്തി മറിയും. സാധാരണ ഡൈവ് ചെയ്യാറില്ലേ ഈ നീന്താൻ പോണോലൊക്കെ? അതേമാതിരി നരകത്തിൽ ഡൈവ് ചെയ്യും. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂൻ, എന്നിട്ട് അവൻ പറയും, യാ ലൈതന അത്തഅന അല്ലാഹ വ അത്തഅന റസൂല, എൻ്റെ കഷ്ടമേ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ ഗതികളിൽ എത്തൂലായിരുന്നല്ലോ എന്ന് വിലപിക്കും. അങ്ങനെ യാ ലൈതന അത്തഅന അല്ലാഹ വ അത്തഅന റസൂല വഖാലു, എന്നിട്ട് അവർ പറയുന്നതോ, റബ്ബന, ഞങ്ങളുടെ നാഥ, ഇന്നാ അത്തഅന സാദത്തന വ കുബറാന, നാഥ, ഞങ്ങൾ രാജ്യത്തുള്ള സാദാത്തുകളെ, നേതാക്കന്മാരെ, വ കുബറാന, വലിയവന്മാരായി നടിച്ചു നടന്ന വലിയ വലിയ തലക്കെട്ടൊക്കെ കിട്ടിയ ആൾക്കാരില്ലേ, അങ്ങനത്തെ ആളുകളനുസരിച്ചു ഒരു പറയുന്നിടത്തൊക്കെ നമ്മൾ ഒപ്പിട്ടു. അള്ളാഹുവെ, നിൻ്റെ കലാമുമായി ബന്ധപ്പെട്ടില്ല, ഖുർആനുമായി യാതൊരു ബന്ധമില്ലായിരുന്നു. ഞാൻ നേതാക്കന്മാരുടെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അയിലക്കാടിൻ്റെ കഥ അറിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടി. നേരെ മറിച്ച് ഈ ആയത്തോതിയപ്പോൾ ഈ ആയത്ത് ഇന്ന സുഹൃത്തിലുള്ള എനിക്ക് കിട്ടിയോ? ഇല്ല. നേരെ മറിച്ച് കാന്തപുരിൻ്റെ ഡയലോഗോ എനിക്ക് കിട്ടി. അതാ പറഞ്ഞത്. നമ്മൾ ഓല അനുസരിക്കാണ്ടക്കാനാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ എന്തിനല്ല, ഇത് വിമർശിക്കാനോ ഇത് തെറ്റാണെന്ന് ജനങ്ങളോട് പറയാനോ അല്ല. നമ്മൾ കേൾക്കുന്ന അതിനാ. അവർ കേൾക്കുന്നതോ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജാർത്ത് പോകാൻ വല്ല വഴിയുണ്ടോ അതിനാ അല്ലേ? എന്താ പറയുക, നഊദുബില്ല, അള്ള കാക്കട്ടെ. കാരണം ഇപ്പം എന്തുണ്ടായി? ഒന്ന്, നമ്മൾ വളരെ സങ്കീർണമായ ജീവിതം ദുനിയാവിൽ നയിച്ചു. ഒരുപാട് പരീക്ഷണത്തിന് ശേഷം മരിച്ചപ്പോഴോ അവിടെ ചെന്നപ്പോഴോ ഇവിടുന്ന് തന്നെ ഒരുപാട് കടപ്പാട് സഹിച്ചാൽ പോയത്. ഇനി സഹിക്കാനൊന്നും ബാക്കിയില്ല അല്ലേ? ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന പലരെയും എനിക്ക് ചെറുപ്പം പോലെ അറിഞ്ഞ ആളുകളാണ്, ഒരാളെ. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഒരുപാട് കഷ്ടതകളും പരീക്ഷണങ്ങളും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. പിന്നെ മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് പഠിക്കുന്നുള്ളൂ. കുറേ ആളുകൾ അങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ ആരോഗ്യവും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? മറ്റവൻ്റെ അല്ലേ? അങ്ങനെ ആയില്ലേ? ആ കസലിൻ്റെ ആ കൈയില്ലാണ്ട് എന്താക്കാൻ കഴിയില്ല, അങ്ങോട്ട് നീക്കാൻ കഴിയില്ല. നീച്ചാൽ മറിഞ്ഞു വീണു പോകും അല്ലേ? ആ അവസ്ഥയിൽ നമ്മൾ എത്തിക്കും. ഞാൻ അടക്കാട്ടാ പറഞ്ഞത്, അല്ലാണ്ട് നിങ്ങൾ ചോദിക്കേണ്ട നിങ്ങളെയാണ്. ആ അവസ്ഥയിൽ നമ്മൾ എത്തി. എന്നിട്ടും നന്നാകത്തില്ലേ? അവസാന നിമിഷം വരെ ഞാൻ നന്നാവൂല, എന്നെ തല്ലണ്ടമ്മാവ, ഞാൻ നന്നാവൂല എന്നിട്ടൊരു പാട്ടില്ലേ? അതേമാതിരി അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഒരിക്കലും നന്നാവില്ല. ഒരു അള്ളാൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചെന്ത് ചെയ്യും? യൽക്കുലൂൻ വയത്തമത്തവൂൻ, അവർ തിന്നുക, രമിക്കുക. ഇതാണ് ഓല പണി. അത് സൂറത്ത് മുഹമ്മദിലല്ല പറയുന്നുണ്ട്. ചില ആളുകളുടെ ജീവിതം തന്നെ നല്ല മന്തിയും കുന്തിയും ഒക്കെ ഉണ്ടാക്കി തിന്നിട്ടിപ്പം എന്തായി? ഇപ്പം
പിന്തുടർത്ത് കൂടെ മെഷീൻ ഇട്ടിട്ട് കൊളോണോസ്കോപ്പി നടത്തുക അല്ലേ? എന്നിട്ടോ വയറിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരു ചെറിയ എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ട്. അതിന് നീക്കം ചെയ്യണം. ആ ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞത് മുതൽ മൂപ്പര് കരച്ചിൽ തുടങ്ങി. കാരണം എന്താ? അതല്ല പറഞ്ഞില്ലേ? അള്ളാഹുവിനെ നെഞ്ചിൻ്റെ ഒരോരത്ത് മാത്രം നിർത്തിയ ആളുകൾ അവർ അള്ളാഹിനെ ആരാധിക്കും. എങ്ങനെ? ഒയ് നസാബത്തു, അവർക്ക് സന്തോഷം വന്നാൽ ഇത്തുമാൻ നബി, ഒയ് നസാബത്തു ഖൈർ, ഒരു നന്മ അവർക്ക് ജീവിതത്തിൽ ഉണ്ടായാൽ ഭയങ്കര സന്തോഷപുളകിതരാവും. ഒയ് നസാബത്തു ഫിത്ന, ഒരു പരീക്ഷണം വന്നാലോ ഇൻകലബാലാവോജി, മുഖം കുത്തി തലയണമേൽ മുഖം കുത്തി മറിഞ്ഞ് വീണ് കരിയും ഇല്ലേ? ഇപ്പം നമ്മളിലൊരാൾക്ക് ക്യാൻസർ ഉണ്ട് പറഞ്ഞാൽ നമ്മളെ മാനസികാവസ്ഥ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കി. നേരെ മറിച്ച് നമ്മളുടെ മക്കൾക്ക് ഗൾഫിലൊക്കെ ഒരുപാട് സൂപ്പർ മാർക്കറ്റൊക്കെ ഇന്നാണ് ഉദ്ഘാടനം തന്നെ എങ്ങനെ ഉണ്ടാവും? മോന്താ നമ്മളെ ഇപ്പോൾ ചില ആൾക്കാരുണ്ടില്ലേ താടി ഇങ്ങനെ ഒയ്യുന്നുണ്ട്. നിങ്ങൾ ചില ചെറുപ്പക്കാർ ശരിക്കും താടി എപ്പോഴാണ് ഒയ്യേണ്ടത്? എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖല്ലിലു ലിഹിയത്തഹു ഫിൽ വുളൂഇ, വുളൂവിൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? താടിയൊക്കെ ചിക്കറക്കുണ്ട് അല്ലേ? അല്ലേ? പക്ഷേ ഇപ്പോൾ ദീനിൽ നിന്ന് വിട്ടുപോയ കുറേ ആൾക്കാരുണ്ട്. ഒരു താടി ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ആളെ പേടിപ്പിക്കുകയാണ്. ഇതൊരുപാട് താടിയുള്ള ആളാ മോനെ കേട്ടോ. താടിയുള്ള അപ്പനെ പേടിണ്ട് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഉമ്മത്തെത്തിയത് ഉണ്ടോ? അത് റസൂലുള്ള പറയുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ എത്ര വേറൊരു രംഗം ഉണ്ട്, അതും കൂടി ഞാൻ പറയാം. നല്ല നിർത്താം കേട്ടോ. അതുപോലെ മൂപ്പര് ബുക്കിലായി വിട്ടിയാക്കണ്ടായില്ല. നിർത്തണേ നിർത്തിക്കോളി, ഇല്ലേ നിർത്തണ്ട. അത് ആയിക്കോട്ടെ. അല്ല, മുറയൂര് ഒരു മുക്കിലായി മുട്ടിയാക്കുണ്ട്. മൂപ്പര സ്വഭാവം എന്താ വെച്ചാൽ, മൂപ്പര പണി എന്താ വെച്ചാൽ ഈ കരിങ്കല്ലിൻ്റെ കോറിക്ക് തീ കൊടുക്കലാണ്, ഇത് പൊട്ടിക്കാൻ. അപ്പം ഇദ്ദേഹം അവിടുത്തെ അതിൻ്റെ ഉസ്താദാണ്. അപ്പോൾ ചെറുപ്പക്കാർ ഇത് തീ കൊളുത്തുന്നതിന് മുമ്പ് മൂപ്പരെ നോക്കും. അപ്പം മൂപ്പര് കരാക്കും, ഉപ്പൊക്കെ ആക്കിയായി ഒന്ന് കരാക്കും. ഒരൊറ്റ കല്ല് പൊട്ടിയില്ലേ മൂപ്പരെന്ന് പറയും, ഞാൻ അപ്പം തന്നെ കരാക്കിയില്ലേ. ഒരുപാട് കല്ലുണ്ടായാലോ അപ്പം തന്നെ ഞാൻ ആക്കിയില്ല എങ്ങനെ. അപ്പം കല്ലുണ്ടായാലും കല്ലില്ലെങ്കിലും മൂപ്പരെന്താക്കും? ആക്കും. നിങ്ങളെ പറഞ്ഞാലോ കേട്ടോ, സോറി, അഫ്വാൻ യാഷേ. അല്ല, നമ്മൾ ഇരുത്തി പറയാണല്ലോ, അല്ലാണ്ട് മൂപ്പരില്ലാതെ പറയല്ലോ. അപ്പം അതുകൊണ്ട് വല്ലാത്തൊരു പ്രയാസത്തിലേക്ക് കൗമെത്തിയത് അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്കെന്ത് വേണം? കുടുങ്ങിയ പ്രയാസം അല്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞു? പടച്ചോനെ മരണം വരെ കണ്ണിന് കാഴ്ച ഉണ്ടായില്ലോ. അള്ളാൻ്റെ മറുപടിയോ കദാലിക്, നീ പറഞ്ഞതാ ശരി, പക്ഷേ അത്തത്തിക്ക് ആയാത്തുന, വിശുദ്ധ വേദഗ്രന്ഥം നാം നിനക്ക് നൽകി. എന്നിട്ടോ നസീതഹ, നീ അതിനെ മറന്നാ, നീ അതിനെ ഓർത്തില്ല. അതുകൊണ്ട് വക്കദാലിക്കൽ യൗമ തുൻസ, നിന്നെ ഞാനും മറക്കണം. അങ്ങനെ മറന്നാൽ അങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ മറന്ന ആളുകളെപ്പറ്റി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പരാതി പരലോകത്ത് കൊടുക്കുന്നതല്ല പറയുന്നുണ്ട്. മറന്നോലെ പരലോകത്തെത്തുമ്പം തനിക്ക് പോകാനുള്ള നരകം മുഖാമുഖം കാണുകയാണ്. ഇത് അബൂജാഹിലടക്കം. ഇത് അബൂജാഹിലിനൊക്കെ ഖുർആൻ അറിയാം, പക്ഷെ അബൂജാഹിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന വിശുദ്ധ ഖുർആനാണ് ഹക്കെന്ന് ബോധ്യപ്പെട്ടവനാണ്. കാരണം അവർ അറബികളാണ്, അറിയാം. പക്ഷേ അസൂയയുടെയും വൈരാഗ്യത്തിൻ്റെയും പേരിൽ റസൂലുള്ളാഹിനെ മാറ്റിവെച്ചതാണ്. അങ്ങനെ പലരും സത്യം ബോധ്യപ്പെട്ട് ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ പോലും സൗഹൃദത്തിൻ്റെ പേരിൽ പിന്മാറിക്കണമല്ലോ. അത് ഇന്നുണ്ട്, അന്നുണ്ട്. റസൂലുള്ള വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാം, വയൗമ യഅല്ലുൽ ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീലാ. യൗമ യഅല്ലുൽ ളാലിം, ഈ ഖുർആനെ അവഗണിച്ച ആളെ ഖുർആൻ ഉപയോഗിച്ച പദം ലാലിം എന്നാണ്. ലാലിം എന്ന അർത്ഥം ഞാൻ പറഞ്ഞില്ല, അക്രമി. യൗമ യഅല്ലുൽ ളാലിമു അലാ യദൈഹി, അക്രമി തൻ്റെ വിരൽ കടിച്ചു പോകും പരലോകത്തുമ്പളെ. ഈ ഖുർആൻ അവഗണിച്ച് മരിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ ശിക്ഷ കാണുമ്പോൾ എന്തുണ്ടാവും? അയ്യട്ടടാ അല്ലേ, ബെല്ലടിക്കൂലേ? യൗമ യഅല്ലുൽ ളാലിമു അലാ യദൈഹി യഖൂൽ, എന്നിട്ട് അവൻ പറയും, യാ ലൈതനി ഇത്തഖൽതു മഅർ റസൂലി സബീല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ
ഈ ഒരു അപകടത്തിലേക്ക് പോകേണ്ടി വരില്ല എന്നൊന്നും പറഞ്ഞ് കരയും. യാ ലൈതനി ഇത്തഖതു മാ റസൂലി സബീല യാ വൈലത്താ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. ആരെങ്ങാരാ നരകത്തിലേക്ക് പോവുകയാണ്. അപ്പോഴാ പറയുന്നത് യാ വൈലത്ത, എൻ്റെ നാശമേ, ലൈതനി ലം അത്തഖിദ്, ഞാൻ സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നാരെ. ലൈതനി ലം അത്തഖിദ് ഫുലാനൻ, വിശുദ്ധ ഖുർആൻ്റെ ഒരു ശത്രുവിനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായത്. യാ വൈലത്ത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്നൊരു ആളെ സുഹൃത്തായി. പലരും ഖുർആൻ നകലാൻ കാരണതാണ് ഏത് മുജാഹിദുകളാണ്ടോ വഹാബികളാണ് പേച്ചോലാണ് ഓലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് പിയാപ്പിളാരുണ്ട്, ഒരുപാട് അളിയന്മാരുണ്ട്. ഇവരൊക്കെ പാളയം തെറ്റിപ്പോയതാണ്, പോലെ പാളയം. അവരൊക്കെ പേടിച്ചിട്ട് ചെയ്യും, ചിലർ അള്ളാൻ്റെ ഖുർആനിലേക്ക് വരില്ല. അവർ മഹാനായ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി സ്വർഗത്തിലെത്താൻ ആഗ്രഹിക്കുന്നവരോട് പറഞ്ഞൊരു ഉപദേശമുണ്ട്. എന്താ പറയുക, ഇജ്അലിൽ കിതാബ വസുന്നത അമാമക ഫൻദുർ ഫീഹിമാ ബിതദബ്ബുരിൻ വഇതിബാർ ലാ തഗ്തറ ബിൽ ഖാലി വൽ ഖീലി വൽ ഹലർ. അദ്ദേഹം തൻ്റെ സുന്ദരമായ അറബി ഭാഷയിൽ എഴുതി വെച്ച വരികളാണ്. യാ ഗുലാം, മക്കളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്ത്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുന്നിൽ വെക്കണം. ഏത്, എന്നിട്ടോ ഫൻദുർ ഫീഹിമാ ബിതദബ്ബുരിൻ വഇതിബാർ, അത് ബുദ്ധി കൊടുത്തും ചിന്ത കൊടുത്തും പഠിക്കണം. ഇജ്അലിൽ കിതാബ വസുന്നത അമാമക്, നിൻ്റെ മുമ്പിൽ വെച്ചോ. അറബി ഭാഷ അറിയാത്തവർക്ക് മനസ്സിലാവും, അത്ര സിമ്പിൾ അല്ലേ. ഫൻദുർ ഫീഹിമാ ബിതദബ്ബുരിൻ വഇതിബാർ, നല്ല തദബ്ബുർ, ചിന്തയോടും ബുദ്ധി കൊടുത്തും പഠിക്കുക കേട്ടോ. എന്നിട്ടോ വഅമൽ ബിഹിമാ, അതനുസരിച്ച് പ്രവർത്തിച്ചോ, എന്നാലേ സ്വർഗ്ഗത്തിലെത്തുള്ളൂ. ആരാ പറയുന്നത്? ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. വലാ തഗ്തറ ബിൽ ഖാലി വൽ ഖീലി വൽ ഹലർ, ആരെങ്കിലും പറയപ്പെട്ടു എന്നൊന്നും പറയുന്ന പൈശാചിക പ്രവർത്തന വാചകങ്ങളിൽ പോയി പെട്ടുപോണ്ട, വഞ്ചിതനാണ്. ലാ തഗ്തറ, നീ വഞ്ചിതനായി പോണ്ട. ആളുകൾ വഞ്ചിതരാവുക. ഖുർആനിനും തിരുസുന്നത്തിനും അകന്നു പോകാൻ ഒരുപാട് വഞ്ചനയുടെ വാചകങ്ങളുണ്ട്, അതിൽ കുടുങ്ങിപ്പോണ്ടാണ്. ഇന്നിപ്പോൾ ഷെയ്ഖ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഇവിടെ ഹയാത്തിലില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്ക് ഈ വാചകം ഇപ്പം പ്രതിഫലം ചൊല്ലുണ്ടാവും. അതുപോലെ നമ്മളൊക്കെ ഓരോരുത്തർ പറഞ്ഞു വെച്ചാൽ നന്മയാർന്ന പല വാക്കുകളും നമ്മളെ മരണശേഷം നമ്മളുടെ കുടുംബങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും മക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം ആർക്ക് കിട്ടും? മയ്യത്തിന് കിട്ടും കേട്ടോ. അപ്പം ഒരുപാട് അനുഗ്രഹീതമായ സന്ദർഭങ്ങളാണ്. അവസാനം നമ്മൾ നരകത്തിലെത്തി, അവിടെ ചെന്ന് ഭയങ്കര വിലാപമാണല്ലോ, ഇന്നാളെ സുഹൃത്തായി സ്വീകരിച്ചത്. അങ്ങനെ ഇപ്പം വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്ത് റസൂല് വരും അവിടെ. ഈ ഖുർആൻ്റെ ഒന്നാമത്തെ അധ്യാപകനാണല്ലോ. ഇന്നി ബോയിസ്തു മുഅല്ലിമാണ്, എന്നെ ഒരു അധ്യാപകനായിട്ടാണ് അള്ളാഹു നിയോഗിച്ചത് ഇന്ത്യയിലെ ഖുർആൻ്റെ കേട്ടോ. ആ അധ്യാപകൻ അവിടെ വരും. എന്നിട്ടോ വഖാലർ റസൂൽ, അള്ളാഹിൻ്റെ റസൂൽ അള്ളാഹിനോട് പറയും, യാ റബ്ബ്, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അള്ളാഹുവേ, എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമൂഹം വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിഞ്ഞവരാണ്. ഏത് റസൂൽ അള്ളാഹ്ക്ക് പരാജയം കൊടുക്കുക. ആലോചിച്ചു നിങ്ങൾ, നമ്മളൊക്കെ ഏത് വിഭാഗത്തിൽ പെടും? ഖുർആൻ സ്വീകരിച്ചവരിൽ പെടുമോ, അതോ തകർന്നടിഞ്ഞ വീട് പോലെ പോവുമോ, അതോ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ്റെ അനുയായികളായി മരിക്കുമോ? ഒക്കെ ആലോചിക്കുക കേട്ടോ. ഒരുപാട് ആലോചിക്കുവാനും ഒരുപാട് പകർത്താനുമുണ്ട്. ഇനി അവസാനത്തെ ഒരു വാക്കും കൂടി പറയാം, നിർത്താം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തി പ്രചരിപ്പിച്ചു. അതാണല്ലോ നമ്മളെ പഠിപ്പതാണല്ലോ. ആ വിഭാഗം ആളുകളോട് അള്ളാഹു നാളെ പരലോകത്തെന്ന് പറയും, യുക്കാലുലി സാഹിബുൽ ഖുർആൻ. സാഹിബുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനെ കൂട്ടുകാരനായിട്ട് നെഞ്ചിലേറ്റി നടന്ന ആൾക്കാർ, നിരന്തരമായി ഖുർആനുമായി ബന്ധം പുലർത്തിയവർ. ഓരോടല്ല പറയുന്നവർ, ഇഖ്റ വർത്തഖി വറത്തിൽ കമാ കുൻത തുറത്തിൽ ഫി ദുനിയ. നീ വിശുദ്ധ ഖുർആൻ ദുനിയാവിൽ വെച്ച് പഠിച്ചതുപോലെ ഓതിയതുപോലെ, പരലോകത്ത് പറയാം അല്ലേ, അല്ല പറയാം, നീ ദുനിയാവിൽ വെച്ച് ഖുർആൻ ഓതിയതുപോലെ, നീ പഠിച്ചതുപോലെ ഓതിക്കോ. എന്നിട്ടോ
കയറിപ്പോയിക്കോളൂ. ഫൈന മനസ്സിലക്ക എന്താ ആഹിരി ആയത്തിൻ്റെ തക്രവ, നീ പഠിച്ച ആയത്ത് അവസാനം നിർത്തുന്നിടത്ത് സ്വർഗത്തിലെ നിൻ്റെ സ്ഥാനം അതാണ്. അവസാനത്തെ ആയത്തോന്നില്ല, അവിടെ നിൻ്റെ സ്ഥാനം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദേശങ്ങൾ നൽകിയ ഹദീസുകളാണ്. എല്ലാം പകർത്തുക. റഹ്മാനായ റബ്ബ് വിശുദ്ധ ഖുർആനിനെ കൽബിലേറ്റി യാത്ര പോകാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ സംസാരം കേട്ടതിനും എൻ്റെ സംസാരം നാവിന് അള്ളാഹു കെട്ടയച്ച് നിങ്ങളുടെ മുമ്പിൽ പറയാൻ അനുഗ്രഹിച്ച റബ്ബിനും നന്ദി അർപ്പിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് യാത്ര പോയ നമ്മുടെ കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കുമൊക്കെ അള്ളാഹു അനുഗ്രഹീതമായ സ്വർഗം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധം വാർദ്ധക്യം തളർത്തിയ ആളുകൾക്ക് അള്ളാഹു സന്തോഷവും ആനന്ദവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ കൂട്ടത്തിൽ രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.